നിനക്കും എന്നെ കാണാൻ അത്ര നിർബന്ധമാണോ? ഓൻ ഡെയിലി വിളിച്ച് ഭീഷണിയാ. ഇന്നെങ്കിലും എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്തിയേ പറ്റൂ. അല്ല മോളെ, ഇനി വല്ലാണ്ടെങ്കിൽ മൊഞ്ചായിക്കല്ലോ. എനിക്കെന്നാ വേണ്ടേ? എനക്ക് വേണ്ടതല്ല ഇനി തന്നതല്ലേ. അർജുനെ, നീ വെറുതെ കളിക്കാൻ നിൽക്കരുത്. അടുത്ത ആഴ്ച ഇവിടെ കല്യാണം. ഞാൻ എന്ത് കളിക്കുവാനാ? എൻ്റെ കളിയെല്ലാം കഴിഞ്ഞതല്ലേ. എനിക്കിപ്പോൾ ആവശ്യം ഒരു 10 ലക്ഷം. അത് തന്നെ ഞാൻ പോയിക്കോളാം. പിന്നെ എന്നെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല. അല്ല സരിജേ? കൂടെ വന്ന് എനക്കെന്തെന്നാക്കി? എനിക്ക് ഞാൻ വീഡിയോ എല്ലാം കാണിച്ചു തന്നല്ലേ. വീഡിയോ കണ്ടിക്കല്ലുള്ളൂ. ഇനി എന്നാ പറയുന്നേ? 10 ലക്ഷം ഉറുപ്പിക ഞാൻ എങ്ങനെ ഉണ്ടാക്കാനാ? അടുത്ത ആഴ്ച കല്യാണം എന്നല്ല പറഞ്ഞേ. പൊന്നെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടാവില്ലേ, അത് നിങ്ങൾ തന്നാൽ മതി. ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് എല്ലാം ചെയ്താൽ ചെറിയൊരു ഡിസ്കൗണ്ട് എല്ലാം തരാം. ഇല്ല അർജുനെ? സ്നേഹ, നീ വാ, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് എടുക്കാം. അല്ലാണ്ട് ഇതിവിടെ ഒന്നും നിൽക്കൂല. പോലീസ് സ്റ്റേഷനിലാ പോയി കേസ് കൊടുക്കേ. അടുത്ത ആഴ്ച ദുബായ്ക്കാരനായിട്ടുള്ള കല്യാണമല്ലേ. വീഡിയോസ് എല്ലാം ഞാൻ വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും മൊത്തം വൈറലാക്കി തരാം. പിന്നെ ഇനി വൈറലാ മോളെ. അർജുനെ, ഇനി ഇത്ര ചീപ്പാകരുത് കേട്ടാ. ഞാൻ ചീപ്പല്ലേ. എന്നെ ചതിച്ചിട്ട് ഇപ്പം ഞാൻ ചീപ്പ്. പിന്നെ എന്താക്കാനാ? നിന്നെ പോലത്തെ ഒരു ഡ്രഗ് അടിച്ചിന് കിട്ടിയിട്ട് ഇവിടെ ജീവിതം പോകാനാ? ഞാൻ മാത്രമാണോ? ഇന്ന് ഇവിടെ കാണുന്ന പല മാന്യന്മാരും ഇത് ഉപയോഗിക്കുന്നുണ്ടാവും. പിന്നെ ഇവള് കെട്ടാൻ പോകുന്ന ദുബായ്ക്കാരെ ഫോണിത് യൂസ് ചെയ്യുന്നില്ല എന്താ ഉറപ്പ്? എല്ലാരും ഇന്നെ പോലെ അല്ല അർജുനെ. ഇനി കൊണയടി നിർത്തി. 15-നല്ലേ എൻ്റെ കല്യാണം പറഞ്ഞേ. 13-ാം തീയതിക്കുള്ളിൽ എനിക്ക് പൈസ കിട്ടണം. ഇല്ലെങ്കിൽ വീഡിയോസും ഫോട്ടോസും ഞാൻ ലീക്കാക്കും, ഉറപ്പാ. അപ്പൊ നമ്മൾ ഡിസ്കൗണ്ടിന്റെ കാര്യം മറക്കണ്ട കേട്ടാ. ഇനി നമ്മൾ ചെയ്യാ? എനിക്കറിയില്ല. നീ എന്തായാലും ഇത് വീട്ടിൽ പറയാൻ നോക്ക്. എനിക്ക് പേടിയാ. നമ്മൾ പേടിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ലടി. വീട്ടിൽ പറയുന്ന അത്രയും നല്ലത്. നീ എന്താണ് കുത്തിന്റെ സ്വപ്നം കാണുന്നേ? അമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തെന്നാ? എടുത്ത പോനൊന്നും പോരാ? അതൊന്നും അല്ല അമ്മേ. പിന്നെ എന്തെന്നാ? ഈ കല്യാണം നടക്കും തോന്നുന്നില്ല അമ്മേ. ഇനി എന്താ തമാശ പറയുന്ന? എന്നാ അതിന്റെ പ്രശ്നം? അനുഭവമായിട്ട് എന്താ പ്രശ്നം ഉണ്ടാ? ഇല്ല അമ്മേ, അമ്മക്ക് അറിഞ്ഞൂടെ ഞാനും അർജുനും തമ്മിൽ പണ്ട് റിലേഷനിലായിരുന്നെന്ന്? അത് ഇനി +2 പഠിക്കാൻ പറ്റുള്ളതല്ലേ, അതെല്ലാം കഴിഞ്ഞില്ല. പിന്നെന്താ? അമ്മ, എൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എൻ്റെ കയ്യിലുണ്ട്. അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. നീ എന്റെ പഠിച്ചോ, ഇനി എന്തെല്ലാം മോളെ പറയുന്നേ? ആ അമ്മ, മോനെ ഞാൻ 10 ലക്ഷം ഉറുപ്പിക കൊടുക്കണമെന്നാ പറയുന്നത്. അല്ലെങ്കിൽ അനൂപേട്ടൻ വീട്ടുകാർക്കെല്ലാം ഇത് അയച്ചു കൊടുക്കുമെന്ന് പറയുന്നു. 10 ലക്ഷം? ആ അമ്മ, ഓരത് കൊടുക്കാനാ പറയുന്നത്. ഞാനിതെങ്ങനെ എന്റെ അച്ഛനോട് പറയാ? അവർക്കൊരു അറ്റാക്ക് കഴിഞ്ഞല്ലേ. ഓ, നിങ്ങളിത് അച്ഛനോട് പറയണ്ട. മോളെ, നീ ഇത് ഓന് കൊടുത്തേക്ക്. ഓനങ്ങാൻ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട് നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല. അമ്മ, എൻ്റെ അടുത്ത് ആകെ ഇതല്ലേ ഉള്ളൂ. അച്ഛൻ ചോദിക്കൂലേ? അച്ഛനോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞോളും മോളെ. നീ ഇത് കൊടുത്തിട്ട് ഓനെ എങ്ങനെയെങ്കിലും ഒഴിവാക്ക്. എനിക്കിത് കേട്ടിട്ട് കൈയും കാലം തളരുന്നു. എന്നാ കാണുമെന്ന് പറഞ്ഞേ. ഞാൻ ചേച്ചി ഒറ്റക്ക് വരുവാണ്. ഇത് 5 പവനുണ്ട്. ദയവ് ഇത് ഞാൻ ഉപദ്രവിക്കരുത്. 5 മാർക്കറ്റ് അനുസരിച്ച് ഒരു 6 ലക്ഷം ഉണ്ടാവില്ല സരിജെ? ഇവിടെ ഇത് കണ്ടിട്ട് 5 ആവണമെന്നില്ലേ? 5 പവനല്ലേ ഉണ്ട്. നമുക്ക് തൂക്കി വെക്കാലോ. എന്നാലും ശരിയാവില്ലല്ലോ. ബാക്കി 4 ലക്ഷം. നീ ഇതും വാങ്ങി പോവാൻ നോക്ക്. ഇതന്നെ അവളുടെ അമ്മ കയ്യിൽ നിന്ന് ഊരി തന്നതാ. എന്നാ ബാക്കിയോട് അമ്മയോടെങ്കിൽ വാങ്ങിക്കോ. എടാ അർജോ, 4 വളയം കൊണ്ട് ഇവളിഞ്ഞ പറ്റിക്കാൻ നോക്ക് നാട്ടുക. ഇഞ്ഞെല്ലാം കാണുമെന്ന് പറഞ്ഞിട്ട് വിളിച്ചേ. എന്നിട്ട് 5 പാവേ. എനക്ക് ഞാൻ പറഞ്ഞ പണം കിട്ടാണ്ട് വിടൂല മോളെ.
നീ ഒരു കാര്യം ചെയ്യ്, കല്യാണം കഴിഞ്ഞിട്ട് തന്നാൽ മതി. വേണമെങ്കിൽ ഒരു വാള ഞാൻ കുറച്ച് തരാം. പക്ഷെ സരീഷിനൊരു ആഗ്രഹമുണ്ട്, സരീഷിനൊന്ന് കാണണം. നിന്റെ ബാക്കി 4 ലക്ഷം അത് ഞാൻ തരും. വാടി. അർജുനെ, ഇനി വിചാരിച്ചോട്ടൊന്നല്ല, ഇതൊരു നടക്ക് പോകൂല മോനെ. ബാക്കി പൈസ കൊടുത്താലും ഇവൻ വിടുന്നെന്ന് എനിക്കിത്ര ഉറപ്പ്. അമ്മേ, പോയിട്ടുണ്ടായി മോളെ. ഓൻ ബാക്കി പൈസയും കൂടി വേണമെന്നാ പറയുന്നേ. നീ ഇമ്മളിപ്പം എന്നാ ചെയ്യാ മോളെ? എന്തെന്നാ? എന്തു ബാക്കി പൈസ? അതൊന്നുമില്ല, അതോളെ ബ്ലൗസ് അടിച്ചെൻ്റെ ബാക്കി പൈസക്ക് വെച്ചു. നീ ഇങ്ങനെ ഇസ്തിരി ഇട്ട് കുത്തിരിക്കുന്ന, നീ ഇടവലക്കാരോടെല്ലാം പറഞ്ഞ് അരക്കുവാൻ വരുവേ? അത് ഞാൻ തേങ്ങ കൊടുത്തോളൂ, അരച്ചും കൊണ്ടുത്തരുന്ന് പറഞ്ഞിട്ട്. പിന്നെ പന്തലിടുന്ന നാളെ ആൾക്കാർ വരും, 4-5 ആളുണ്ടാവും. ഒലിക്ക് നാളെ ചായ വേണേ. നിങ്ങളെ ഇലക്ട്രീഷ്യനോട് വരുവാൻ പറ, മോട്ടറിൽ വെള്ളം കയറുന്നില്ല. ഞാൻ പറയാം. ഹലോ അനുപേട്ടാ, എന്തില്ലാടി നീ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത? ഞാൻ അങ്ങോട്ട് രാവിലെ തന്നെ വിളിച്ചിനല്ലോ. രാവിലെ ഇവിടുത്തെ മോട്ടറും കടയിൽ പോയി, ഞാൻ പിന്നെ അതിൻ്റെ ഓട്ടത്തിലാണ്. പിന്നെന്തല്ല, അവിടെ പന്തലെല്ലാം ഇട്ടാ? പൊരയിലിട്ട്, ഇനിയിപ്പം കണ്ടത്തിലിടുന്നുണ്ട്. ഇവിടെ നാളെ ഇടുന്നെന്ന് അച്ഛൻ പറഞ്ഞേ. വരുന്നില്ല ചേട്ടാ, പന്തലാറ് വിളിക്കുന്നുണ്ട്. ഞാനിവിടെ വന്നോ അവിടെ. എന്നാ ശരി അനുപേട്ടാ. ഹലോ, എനക്കൊരു സംശയം, കല്യാണം കഴിഞ്ഞിട്ട് ഇനി എന്നെ പറ്റിക്കോ? ഇനി എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക്. ഞാൻ എന്തായാലും തരാം. അതിഞ്ഞ് തരണല്ലോ. പിന്നെ നമ്മൾ ജാനായിക്കാട് പോയ അന്നത്തെ വീഡിയോയിൽ ഞാനൊന്ന് സരീഷേട്ടനെ കാണിച്ചു കൊടുത്തിനേനു. വീഡിയോ സൂപ്പർ ആയിക്കി. പ്ലീസ് എടാ, ഇതൊന്നും ഇനി വേറെ ആയിരിക്കും കാണിച്ചു കൊടുക്കല്ലേ. എന്നോട് അത്രയും വിശ്വാസമുള്ളതുകൊണ്ടല്ലേ ഞാൻ അന്ന് വന്നേ. ഞാൻ കൂടുതലൊന്നും പറയണ്ട. ഞാൻ എന്നോട് പറഞ്ഞതല്ലേ കല്യാണത്തിന് പൊന്നു കിട്ടുന്ന എടുത്തിട്ട് തരാന്ന്. എന്നാൽ ഞാൻ വെയിറ്റ് ചെയ്യാം. പക്ഷെ ഒരു കാര്യമുണ്ട്, സരീഷേട്ടൻ ഇന്നെ കണ്ടതിന് മുതലേ മനസ്സിനൊരു ഇത്. വീഡിയോസ് കണ്ടതിന് ശേഷം ഭയങ്കര. ഒരു കാര്യം ചെയ്, കല്യാണത്തിന് മുന്നേ ഒന്ന് കാണണം. അതൊന്നുമില്ല ചാച്ചാ, എൻ്റെ ഫ്രണ്ടാ. അമ്മ 2 ദിവസത്തിനുള്ളിൽ പൈസ കൊടുക്കണം എന്നാ പറയുന്നത്. അല്ലെങ്കിൽ ആ ഫോട്ടോസ് വീഡിയോസ് എല്ലാം ലീക്ക് ആക്കും. മോളെ, ഇത് നമ്മളെ കൊണ്ട് തീർത്താൽ തീരൊന്നുമില്ല. ഞാൻ എന്തായാലും അച്ഛനോടൊന്ന് പറയട്ടെ. വേണ്ടമ്മ, അച്ഛന് വയ്യാത്തല്ലേ. പിന്നെ നമ്മളെന്തെന്നാ ചെയ്യണ്ടേ? രണ്ടാളും കൂടി മരിക്കാനാ? നീ എന്നാ പറയുന്നേ? ഏതോ ചെക്കൻ വന്ന് എന്തെങ്കിലും പറയുമ്പോൾക്ക് 4 വളം ഊരി കൊടുക്കല? നിങ്ങൾ വിചാരിച്ച പോലെ ഒന്നും അല്ലാന്ന്. ഓളെ ഫോട്ടോസും വീഡിയോസും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. എന്ത് ഫോട്ടോസും വീഡിയോസും? എന്ത് വീഡിയോസും ഫോട്ടോസും ആണ് ഓൻ്റെ കയ്യിലല്ലേ? അച്ഛൻ ചോദിക്കുന്ന കേൾക്കുന്നില്ലേ? പറഞ്ഞു കൊടുക്കണേ. അച്ഛാ, ഇവളെവിടെയല്ലോ ഓൻ്റെ കൂടി തന്നെ പോയിന്. അതിൻ്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഓനിപ്പോ എന്താ മാണ്ടേ? 10 ലക്ഷം ആണെന്ന് പറഞ്ഞ് ഓനോളെ ഭീഷണിപ്പെടുത്തുന്നു. 4 വള ഞാൻ ഉരി കൊടുത്ത് എങ്ങനെയെങ്കിൽ തീർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതും പോരാന്ന് ഓൻ പറയുന്നു. 4 വളങ്ങൾ കൊണ്ടുപോയി കൊടുത്തില്ല. ഇനി ഒരു കാര്യം ചെയ്യ്, ഓനോട് വൈകുന്നേരം ഇവിടെ വരുവാൻ പറ. ഓൻ്റെ ബാക്കി പൈസ ഞാൻ കൊടുക്കാം. ആരേനു? ഞാനിവിടുത്തെ സ്നേഹം വിളിച്ചിട്ട് വന്നതാ. എൻ്റെ ഒരു അർജുൻ. വാ കയറിയിരിക്ക. മോൻ്റെ വീട് എടിയാ? എൻ്റെ വീട് കുറച്ച് ദൂരെയാ. എൻ്റെ അഡ്രസ്സ് അറിയാനാ ഇപ്പം വിളിച്ചോണ്ടെന്നേ. സ്നേഹനെ വിളിക്കേ. മോനെ,
ഇനി വന്ന പാടി എന്നെ കുഴപ്പമുണ്ടാക്കല്ലേ. നമുക്ക് സംസാരിച്ചൊരു തീരുമാനത്തിലെത്തിക്കൂടെ? ഞാനിവിടെ സംസാരിക്കാൻ വന്നോന്നല്ല. എൻ്റെ ആവശ്യം എന്താണെന്ന് ഞാൻ അവളോട് പറഞ്ഞേ. അത് നടത്തി തന്നാൽ മതി. കഷ്ടപ്പെട്ടിച്ചാ ഞാൻ അവളെ കല്യാണം ഇവിടെ നടത്താൻ നോക്കുന്നത്. ഇനി നോക്ക്, ഇവിടെ പെയിൻറ് പോലും മര്യാദയ്ക്ക് ഇവിടെ അടിച്ചിട്ടില്ല. എന്തായാലും 4 വള ഇനി വാങ്ങിയില്ലേ, അത് ഞാൻ എനിക്ക് വിട്ടു തന്നിക്ക്. ഇനി നമ്മൾ ഉപദ്രവിക്കരുത്. എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. നിങ്ങൾ സ്നേഹനെ വിളിക്കുക. ഞാനെല്ലാരെയും സ്വപ്ന മോനെ ഇവിടെ കല്യാണം. നമുക്കിത് സംസാരിച്ചിട്ട് ഒന്ന് കോംപ്രമൈസ് ആക്കി കൂടെ? നിങ്ങൾ രണ്ടാളും പറഞ്ഞെന്നെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട. എനക്കെൻ്റെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വിടണം. പിന്നെ കല്യാണം പോരാ, ആരെങ്കിലും വന്ന് ശ്രദ്ധിച്ചാൽ എനക്ക് കാര്യം പറയേണ്ടി വരും. ഞാനോളും പല സ്ഥലത്തും പോയതാ. തെളിവ് സഹിതം എൻ്റെ കയ്യിലുണ്ട്. വെറുതെ ഓളെ കല്യാണം മുടക്കണ്ട. അമ്മോ, ഞാൻ ഇങ്ങോട്ട് വന്നാനേ. ഇവൻ പറയുന്നത് ഇനി ഓൻ്റെ കൂടെ എവിടെയല്ലോ പോയിക്ക് കുറെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിക്കുന്നു. ഇതല്ലേ ഉള്ള ഞാൻ അച്ചാച്ചോ, നിങ്ങൾ ഓളോട് ചോദിക്കണ്ട. ഇതൊന്ന് നോക്കേ. ഭാസ്കരാ, ഇവന്റെ പൈസ ഞാൻ കൊടുക്കാം. കണ്ടില്ലേ, +2 പഠിക്കുമ്പോൾ ഞാൻ ഇവളം കൂട്ടിട്ട് ഏടെല്ലാം പോയിന്നാ. ഇരിക്കും മോനെ. എനിക്കെന്നാ മോനെ പണി? ഞാൻ ഇലക്ട്രീഷ്യനാ. നോക്കുന്നേ, നിങ്ങളിത് അച്ഛൻ വിളിക്കുന്നു. വാ അർജുൻ, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. നാത്തപ്പത്തത്തിലെ ന്യൂസ് എന്നറിഞ്ഞ് കല്യാണ വീട്ടിൽ വയറിങ്ങിന് പഠിക്കുന്ന ഇലക്ട്രീഷ്യൻ ഷോക്കേറ്റ് മരിച്ചു. ഭാസ്കര, ഇനി ഇവൻ ജീവിച്ചിരുന്നാലേ നമ്മളെ മൂക്ക് മനസ്സമത്തോടെ ജീവിക്കാൻ പറ്റൂല. ഇവൻ പിന്നെയും വരും, ഫോട്ടോ വീഡിയോ പൈസാന്ന് പറഞ്ഞു. തീർത്തരട്ടെ. അതെ അച്ഛാ, അച്ഛൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ. ജയിലിൽ ഞാൻ പോയി കിടക്കും. ഇനി എന്തിനാ ഭാസ്കര ജയിലിൽ പോയി കിടക്കുന്നേ? അതൊരു നായനെ കൊന്നിട്ട്. ഇവൻ ഇലക്ട്രീഷ്യൻ അല്ലേ, നമ്മളെ പൊറക്ക മോട്ടർ എന്നാക്കാൻ വന്നല്ലേ. ചോക്കടിച്ച് മരിച്ചു പോയല്ലടാ. ഇനി പോയാ സ്വിച്ച് കിട്ടാനേ. സ്വിച്ചിടാ.